2024 മെയ് 24 വെള്ളി. ഇന്ന് 1199 ഇടവം 10. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഓപ്പറേഷൻ പാം ട്രീ 101 കേന്ദ്രങ്ങളിൽ GST റെയ്ഡ്. ആക്രിയിൽ വെട്ടിച്ചത് 209 കോടി. 148 അംഗ തട്ടിപ്പ് ശൃംഖല, 4 പ്രധാനികൾ കസ്റ്റഡിയിൽ. കേരളത്തിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ GST വെട്ടിപ്പ്. വമ്പൻ ആക്രി കച്ചവടക്കാർ ആസൂത്രിതമായി നടത്തിയ 209 കോടി രൂപയുടെ GST, അതായത് ചരക്ക് സേവന നികുതി വെട്ടിപ്പ് പിടിച്ചു. GST ഇൻ്റലിജൻസ്, എൻഫോഴ്സ്മെൻറ്റ് വിഭാഗങ്ങൾ ചേർന്ന് സംസ്ഥാനത്തെ 7 ജില്ലകളിലെ 101 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. 1170 കോടിയുടെ വ്യാപാരം നടന്നതിൻ്റെ രേഖകൾ ലഭിച്ചു. ആക്രി സാധനങ്ങൾ കൈമാറ്റം ചെയ്തെന്ന വ്യാജേന ഇൻവോയ്സ് തയ്യാറാക്കി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നേടിയെടുത്തായിരുന്നു തട്ടിപ്പ്. വിവിധ ജില്ലകളിലായി 148 പേർ ഉൾപ്പെടുന്നതാണ് തട്ടിപ്പ് ശൃംഖല. ഇതിൻ്റെ ബുദ്ധികേന്ദ്രങ്ങളായ 4 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ മൊഴി അനുസരിച്ച് തട്ടിപ്പിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതായാണ് അധികൃതർ പറയുന്നത്. പരിശോധന വിവരം ചോരാതിരിക്കാൻ പരിശീലന പരിപാടിക്കെന്ന പേരിൽ 345 ഉദ്യോഗസ്ഥരെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. നാളെ വരെ നീളേണ്ടതായിരുന്നു പരിശീലനം. എന്നാൽ അപ്രതീക്ഷിതമായി ഇന്നലെ പുലർച്ചെ 5-ന് ഓപ്പറേഷൻ പാം ട്രീ എന്ന് പേരിട്ട റെയ്ഡിനായി ഈ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. GST കമ്മീഷണർ എബ്രഹാം റെന്നിനായിരുന്നു ഏകോപന ചുമതല. GST നടപ്പാക്കിയ ശേഷം ഒറ്റ റെയ്ഡിൽ ഇത്ര വലിയ തുകയുടെ തട്ടിപ്പ് കണ്ടെത്തുന്നത് സംസ്ഥാനത്ത് ആദ്യമാണ്. 5 കോടി രൂപയിലേറെ നികുതി വെട്ടിക്കുന്നവർക്ക് 7 വർഷം വരെ തടവും തട്ടിപ്പിന് തുല്യമായ തുക പിഴയും ശിക്ഷയായി ലഭിക്കാം. വീണ്ടും ന്യൂനമർദ്ദം വരുന്നത് തീവ്രമഴ. ബംഗാൾ ഉൾക്കടലിന് പുറമെ അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപം കൊണ്ടതോടെ കേരളത്തിലും ലക്ഷദ്വീപിലും വരും ദിവസങ്ങളിലും തീവ്രമഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴിയാണ് ന്യൂനമർദ്ദമായി മാറിയത്. ഇതോടെ കാലവർഷം നേരത്തെ എത്താനും സാധ്യത തെളിഞ്ഞു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി വടക്ക് ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഇത് ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഭാഗത്തേക്ക് നീങ്ങി നാളെ ചുഴലിക്കാറ്റാകുമെന്നാണ് പ്രവചനം. പിന്നീട് ശക്തിയായ ചുഴലിക്കാറ്റായി ബംഗ്ലാദേശിലേക്ക് നീങ്ങാനാണ് സാധ്യത. അറബി ഭാഷയിൽ മണൽ എന്നർത്ഥം വരുന്ന റമൽ എന്നാണ് ചുഴലിക്കാറ്റിന് പേരിട്ടിരിക്കുന്നത്. തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല. തെക്കൻ തമിഴ്നാട് തീരത്ത് കുളച്ചൽ മുതൽ കിഴക്കരെ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കോട്ടയം നീണ്ടൂരിൽ മീൻ പിടിക്കാൻ പോയ യുവാവ് തോട്ടിൽ വീണ് മരിച്ചതോടെ 2 ദിവസത്തിനിടെ സംസ്ഥാനത്ത് മഴക്കെടുതി മരണം 2ആയി. കഴിഞ്ഞ ദിവസം കാസർകോട്ട് ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചിരുന്നു. സംസ്ഥാനത്താകെ 7 വീടുകൾ പൂർണ്ണമായും 78 വീടുകൾ ഭാഗികമായും തകർന്നു. ഇന്നലെ വൈകിട്ട് 5 വരെ തിരുവനന്തപുരം 3, കോട്ടയം 1, മലപ്പുറം 1, കോഴിക്കോട് 2 എന്നിവിടങ്ങളിലായി 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ആകെ 32 കുടുംബങ്ങളിലെ 102 പേരെ മാറ്റിപ്പാർപ്പിച്ചു. വെള്ളക്കെട്ടുകൾ, പെട്ടെന്നുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ എന്നിവ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് തദ്ദേശ വകുപ്പിൻ്റെ കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിക്കാം. ഫോൺ നമ്പർ 0471 231 7214 0471 23 17 214. വൃക്കദാതാക്കൾ പറയുന്നു നഷ്ടവും ദുരിതവും മിച്ചം. 8.5 ലക്ഷം വാഗ്ദാനം, നൽകിയത് 3.5 ലക്ഷം. കൂടുതൽ പേരെ എത്തിക്കാൻ ഏജന്റിൻ്റെ സമ്മർദ്ദം. കടം കയറി നാട്ടിൽ നിൽക്കാനാകാതെ കുടുംബവുമൊത്ത് എറണാകുളത്ത് താമസിക്കുന്ന 40-കാരി പറയുന്നു. ആശുപത്രി ജീവനക്കാരിയായിരുന്ന യുവതി അവിടെ പതിവായി കാണുന്ന ഏജന്റിൻ്റെ പ്രേരണയിലാണ് വൃക്ക നൽകിയത്. 8.5 ലക്ഷമായിരുന്നു വാഗ്ദാനം. 2020 ജൂണിൽ ശസ്ത്രക്രിയ നടത്തി 3.5 ലക്ഷം രൂപയും നൽകി. ബാക്കി തുക ചോദിക്കുമ്പോൾ കൂടുതൽ ദാതാക്കളെ എത്തിക്കണമെന്നായ ഏജന്റ് നിവൃത്തിയില്ലാതെ 10-12 പേരെ പരിചയപ്പെടുത്തി കൊടുത്തു. കൂടുതലും സ്ത്രീകൾ. അവരിൽ പലരെയും പറ്റിച്ചു. ഇതിനിടെ ഏജന്റിൽ നിന്ന് ശാരീരിക മാനസിക പീഡനങ്ങളും ഉണ്ടായി. കഴിഞ്ഞ ഡിസംബറിൽ പനങ്ങാട് പോലീസിൽ പരാതി നൽകിയതറിഞ്ഞ് ഏജന്റ് വ്യാജ പരാതിയുണ്ടാക്കി ജോലിയില്ലാതാക്കി. യുവതി 8 ലക്ഷം രൂപ തട്ടിച്ചെന്ന ആരോപണവും പ്രചരിപ്പിച്ചു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇടപെട്ടതോടെ പനങ്ങാട് പോലീസ് കേസെടുത്തെങ്കിലും ഇപ്പോഴും തുടർ നടപടിയില്ല. ഭർത്താവിനൊപ്പം ചായക്കട നടത്തിയാണ് ഇപ്പോൾ ജീവിതം.
തൃശൂർ മുല്ലശ്ശേരിയിൽ 15 വർഷം മുൻപേ തട്ടിപ്പ്. ഏജന്റ് എത്തിച്ചു വ്യാജരേഖ മുതൽ വ്യാജ അമ്മയെ വരെ. അവയവം നൽകാനെത്തുന്നവരുടെ പേരിൽ വ്യാജ വോട്ടർ തിരിച്ചറിയൽ കാർഡും റേഷൻ കാർഡും മുല്ലശ്ശേരിയിലെ ഏജന്റ് ഉണ്ടാക്കിയിരുന്നതായി 15 വർഷം മുൻപ് വൃക്ക വിറ്റ പാലക്കാട് സ്വദേശി വെളിപ്പെടുത്തി. വാഗ്ദാനം ചെയ്ത 3.5 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ മാത്രമേ കിട്ടിയുള്ളൂ. വൃക്ക വിറ്റതാണെന്ന് വീട്ടിൽ അറിയിച്ചിട്ടില്ലാത്തതിനാൽ പരസ്യമായി രംഗത്ത് വരാനുമാകുന്നില്ല. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. സോമനസാലെ വൃക്ക ദാനം ചെയ്യുകയാണെന്ന് ആശുപത്രിയിൽ അറിയിച്ചിരുന്നു. തനിക്ക് വ്യാജ അമ്മയെയും ഏജന്റ് എത്തിച്ചിരുന്നു. മകൻ വൃക്ക നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ഇവരും അറിയിച്ചു. ആശുപത്രിയിൽ കാണിച്ച വ്യാജരേഖകളും ശസ്ത്രക്രിയ രേഖകളുമെല്ലാം ഏജന്റ് വാങ്ങിവെച്ചു. ചില കടലാസുകളിൽ ഒപ്പിടുവിച്ചു. പാലക്കാട്ട് വീട്ടിലേക്ക് മടങ്ങിയ ശേഷം ബാക്കി 2.5 ലക്ഷത്തിനായി വിളിക്കുമ്പോൾ ഏജന്റ് ഫോൺ എടുക്കാതെയായി. വൃക്ക സ്വീകരിച്ച ആൾ 6 മാസം കഴിഞ്ഞ് മരിച്ചതിനാൽ ആ വീട്ടുകാരോടും പണം ചോദിക്കാൻ കഴിയാതെയായെന്ന് യുവാവ് പറയുന്നു. കാഴ്ച പരിമിതർക്ക് പരിശീലനത്തിന് അധ്യാപകരെ ഒരുക്കുന്നു. ബ്രെയിലി മുതൽ ചാറ്റ് GPT വരെ പഠിപ്പിക്കാൻ പരിശീലനം. ഇന്ന സ്ഥലത്തെത്തിയാൽ പറയണേ എന്ന് കാഴ്ച പരിമിതർ ഇപ്പോൾ സഹയാത്രികരോട് ആവശ്യപ്പെടാറില്ല. സ്വന്തം സ്മാർട്ട് ഫോണിലെ ആപ്പ് അവരെ എല്ലാം അറിയിക്കും. വഴിയൊന്ന് തെറ്റിയാൽ, വഴിയിലൊരു തടസ്സമുണ്ടെങ്കിൽ, റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എത്താറായാലെല്ലാം കൃത്യമായ വിവരം ലഭിക്കും. ഇനി ഇതെല്ലാം അറിയാത്തവരുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ കാഴ്ച പരിമിതരായ അധ്യാപകർ തന്നെ എത്തും. കാഴ്ച പരിമിതരെ ബ്രെയിലി ലിപി മുതൽ ചാറ്റ് GPT വരെ പഠിപ്പിക്കാൻ അധ്യാപകരെ ഒരുക്കുകയാണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ. ബ്രെയിലി സാക്ഷരതാ ക്ലാസുകൾ എടുക്കേണ്ട കാഴ്ച പരിമിതരായ അധ്യാപകർക്കുള്ള പരിശീലന ക്ലാസുകൾക്ക് കണ്ണൂരിൽ തുടക്കമായി. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 40 പേർക്കാണ് സാക്ഷരതാ മിഷനും കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡും ചേർന്ന് 2 ദിവസത്തെ പരിശീലനം നൽകുന്നത്. സംസ്ഥാനത്ത് ബ്രെയിലി അറിയാത്ത 2000-ഓളം പേരുണ്ടെന്ന സാക്ഷരതാ മിഷന്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം ദീപ്തി എന്ന പേരിൽ ആരംഭിക്കുന്നത്. ജൂൺ പകുതിയോടെ തുടങ്ങുന്ന ക്ലാസ് 4 മാസം കൊണ്ട് പൂർത്തിയാക്കും. ബ്രെയിലി പഠനം, സ്മാർട്ട് ഫോണിലെ ആപ്പ് ഉപയോഗിച്ച യാത്ര, വായന, വസ്തുക്കളെ തിരിച്ചറിയുക എന്നിവയൊക്കെയാണ് പഠിപ്പിക്കുക. അവയവക്കടത്ത് സൂചന ലഭിച്ചത് സബിത്തിൽ നിന്ന്. ഹൈദരാബാദിൽ പ്രവർത്തിച്ചത് സാൻഡി സിൻഡിക്കേറ്റ്. അവയവ റാക്കറ്റിൻ്റെ മുഖ്യകണ്ണിയായ ഇറാനിലെ മലയാളി ഡോക്ടറെക്കുറിച്ച് വിവരം. രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റ് കോവിഡിന് മുൻപും കേരളത്തിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളെ 20 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്ത് തുർക്കി, ഇറാൻ എന്നിവിടങ്ങളിലേക്ക് കടത്തി. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് സാൻഡി സിൻഡിക്കേറ്റ് എന്ന പേരിൽ കുപ്രസിദ്ധമായ മനുഷ്യക്കടത്ത് സംഘമാണ് ഇതിനു പിന്നിൽ. 2017 കേരളത്തിൽ നിന്ന് റാക്കറ്റ് കടത്തിയ 22 അതിഥി തൊഴിലാളികൾ മടങ്ങിയെത്തിയിട്ടില്ല. ഇവരുടെ ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ വ്യാജമായതിനാൽ യഥാർത്ഥ വിലാസം കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ശനിയാഴ്ച രാത്രി പിടിയിലായ കൊടുങ്ങല്ലൂർ വലപ്പാട് സ്വദേശി സബിത്തിൻ്റെ മൊഴികളിലാണ് സാൻഡി സിൻഡിക്കേറ്റിൻ്റെ സൂചനയുള്ളത്. സബിത്തിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് തിരിക്കും. സിൻഡിക്കേറ്റിനെ നയിച്ചിരുന്ന റോഹൻ മാലിക്, അതായത് സാൻഡി, കൂട്ടാളികളായ അമരീഷ് പ്രതാപ്, ഋതിക ജയ്സ്വാൾ എന്നിവരെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഡോക്ടർ ഋതിക സിംഗ് എന്ന വ്യാജപ്പേരിൽ കേസിലെ 3-ാം പ്രതി ഋതിക ജയ്സ്വാളാണ് ഇരകളുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. തുർക്കിയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സാൻഡി സിൻഡിക്കേറ്റ് ജയിലിലായതോടെയാണ് രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റ് പുതിയ ഏജന്റിനെ നിയോഗിച്ച് ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് ആരംഭിച്ചതെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം. സബിത്ത് ഇടനിലക്കാരനായി കടത്തിയതായി സമ്മതിച്ച 20 പേരുടെ അവയവങ്ങൾ നീക്കിയ ഇറാനിലെ ആശുപത്രിയിൽ നിന്ന് ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസിയുടെ സഹായം തേടും. അവയവ റാക്കറ്റിൻ്റെ മുഖ്യകണ്ണിയായ ഇറാനിലെ മലയാളി ഡോക്ടറെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഇറാനിൽ ഉപയോഗിച്ചിരുന്ന 2 ഫോൺ നമ്പറുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഈ ഡോക്ടറുടെ കേരളത്തിലുള്ള ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. പട്ടയ വിതരണം, ജോലികൾ തടഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പെരുമാറ്റച്ചട്ടം മഴക്കാല പൂർവ്വ ശുചീകരണത്തെയും ബാധിച്ചു. പട്ടയ വിതരണത്തിന് മുന്നോടിയായുള്ള ജോലികൾ പൂർത്തിയാക്കാൻ ജില്ലാ, താലൂക്ക് ഉദ്യോഗസ്ഥർക്ക് റവന്യൂ വകുപ്പ് നൽകിയ നിർദ്ദേശം പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു.
തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പട്ടയമേളകൾ സംഘടിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കലക്ടർമാർക്കും തഹസിൽദാർമാർക്കും റവന്യൂ ഉന്നതർ നിർദ്ദേശം നൽകിയത്. എന്നാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ വ്യാപൃതരാണെന്നത് കണക്കിലെടുത്ത് ഇത് അനുവദിക്കാനാകില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൂടിയായ കലക്ടർമാരെ അറിയിച്ചു. ലോക്സഭാ മണ്ഡല അടിസ്ഥാനത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഒരുക്കങ്ങളുടെ പുരോഗതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി സംസ്ഥാനതല ഉദ്യോഗസ്ഥർ വിലയിരുത്തി വരികയാണ്. ഇതിൻ്റെ പ്രധാന ചുമതലകൾ റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം സംബന്ധിച്ച യോഗങ്ങളിൽ മന്ത്രിമാരോ രാഷ്ട്രീയ നേതാക്കളോ പങ്കെടുക്കാൻ പാടില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ശുചീകരണം വൈകിയതിന് ഈ വിലക്കാണ് കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ശുചീകരണം നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിന് പിന്നാലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന വീഡിയോ കോൺഫറൻസ് യോഗങ്ങൾ പോലും കമ്മീഷൻ വിലക്കിയിരുന്നു. ശുഭദിനം. നന്ദി.